പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വയനാട്ടിൽ റിസോർട്ടിൽ പോവാണ് ഗായ്സ്. നമ്മളിതാ വയനാട് റിസോർട്ടിലേക്ക് പോകാൻ പോവാണ് ഗായ്സ്. അതാ പോയിക്കൊണ്ടേ നിൽക്കുന്നു ഗായ്സ്. സ്പീക്കർ ഉണ്ട്, സ്പീക്കറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ വെള്ളത്തിൽ ചാടാൻ പോവുകയൊക്കെ ചെയ്യും ഗായ്സ്. അടുത്തിട്ട് ഞങ്ങളിതാ വണ്ടിയൊക്കെ എടുത്താ പോകുന്നിട്ടോ. ഞങ്ങൾ 2 വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ റിസോർട്ട് അടുത്ത പ്ലാനിങ് ആയിട്ട് പോവാണ്. ഞങ്ങളിതാ പെട്രോൾ അടിക്കാൻ കയറി ഗായ്സ്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ അടിക്കാൻ പോവാണ് ഗായ്സ്. അതാ പോവാണ്, പോയിക്കൊണ്ടേ നിൽക്കുകയാണ് ഗായ്സ്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ പോയി മുറിക്കാപ്പ് റിസോർട്ടിലേക്കാട്ടോ പോകുന്നത് ഞങ്ങൾ ഗായ്സ്. എല്ലാവരും അങ്ങനെ പോവുകയാണ്. എല്ലാവരും 2 വണ്ടിയിലൊക്കെ ഞങ്ങൾ പോവുകയാണ്, പോയിക്കൊണ്ടേ നിൽക്കുന്നു ഗായ്സ്. അടിച്ചുപൊളിതാ റിസോർട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ നിൽക്കുന്ന ഗായ്സ്. അടിപൊളി റിസോർട്ടാട്ടോ ഞങ്ങൾ പോയി. അടിപൊളി പറഞ്ഞാൽ അതിലേക്കാട്ട് വലിയ അടിപൊളി. അമ്മേ വലിയ കൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടേ നിൽക്കുന്നു. വലിയ കൂളൊക്കെ കാണാൻ പോവാ ഞങ്ങൾ ഗായ്സ്. അതാ പോയിക്കൊണ്ടേ നിൽക്കുന്നു ഗായ്സ്. അതാ അടിപൊളി റിസോർട്ടിലേക്കാട്ടോ പോകുന്നത്. ചുറ്റും നല്ല കാര്യം കാണാനുണ്ട് ഗായ്സ്. പൂവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. ലെവൽ തന്നെ അടിപൊളി റിസോർട്ടാട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. മുറിക്കാപ്പ് റിസോർട്ടാട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ റിസോർട്ടിലെത്തിട്ടോ. ഇതാണ് മുറിക്കാപ്പ് റിസോർട്ടൊക്കെ കേട്ടോ. വലിയ സാധനം എടുക്കാൻ വന്നതല്ല കേട്ടോ. അല്ല ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് റൂമും കൊണ്ടുവച്ച് കിട്ടോ. ഭയങ്കര പച്ചപ്പാട്ടോ ഇവിടെയൊക്കെ, മരവും ഇതൊക്കെ. ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴ കേട്ടോ. ഈ ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റികളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അവിടെ ബിംബങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പഴയ കാലത്തുള്ള. ഞങ്ങളെത്തിയപ്പോൾ നല്ല മഴ കേട്ടോ. ദീത്തും മഴ, നല്ല മഴ, അടിപൊളി മഴയിനും. റിസോർട്ടൊക്കെ നോക്കി നന്ദി ചീനെല്ലാം കൂടി ഞങ്ങളെല്ലാം ഓരോരുത്തർ കുടയൊക്കെ എടുത്ത് ഞങ്ങളങ്ങ് പോവുക കേട്ടോ. പോയിക്കിട്ടോ റൂമിലേക്ക്. ഓരോരുത്തർക്ക് ഓരോ റൂമാട്ടോ, 2-3 റൂമുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിട്ടോ. കയറാനുള്ള കാർഡ് കിട്ടിങ്ങനെ ഗായ്സ്. ഇനി റൂമിലത്തെ ഫെസിലിറ്റി ഒന്ന് കാണിച്ചു തരാം ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി റൂമാട്ടോ. ഞങ്ങൾ കയറിയെടുത്ത അടിപൊളി കേട്ടോ. ഫുള്ള് കർട്ടനൊക്കെ നിൽക്കുക. ഞാൻ നിൽക്കുക കർട്ടനൊക്കെ തോന്നുന്നു. ഞാൻ ബാൽക്കണിക്ക് പോവാട്ടോ. റിസോർട്ടിൻ്റെ കണ്ടോ, കേൾക്കാനുള്ള സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട് ഗായ്സ്. ലൈറ്റ് വരെ നോക്കി ഗായ്സ്. നമ്മളുടെ റിസോർട്ടിൻ്റെ കിടക്കയിലെത്തി ഗായ്സ്. ഉറങ്ങാൻ പോട്ടെ നിങ്ങൾ കാണാൻ സംഭവങ്ങൾ കണ്ടി. നിങ്ങൾ ചെരുപ്പ് കണ്ടി തുറക്കുന്നാലും ഗായ്സ് എന്താ പറയുക, ഇരിക്കുന്ന പരിപാടിയാണ്. ഗായ്സ് ഇതാണ് ഞങ്ങളെ ഫ്രിഡ്ജ്. നമ്മുടെ ഫ്രിഡ്ജിന് തുറക്കാനില്ലല്ലോ. സ്നീക്കേഴ്സൊക്കെ ഉണ്ട് ഗായ്സ്. ഇത് നമ്മളറിയാത്ത രഹസ്യാട്ടോ ഗായ്സ്. എന്തേത് നഴ്സ് ഇതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം ഗായ്സ്. ഇത് മാറ്റാനുള്ള പരിപാടി നോക്കണോ ഗായ്സ്. ഇത് കണ്ടോ നിങ്ങൾ അണ്ടിപ്പറ്റ് ഇഷ്ടം പോകാമെന്ന് കണ്ടിട്ടോ. ബസ്സൊക്കെ ഇവിടുന്ന് തരും കേട്ടോ. ഇവിടെ പ്രൈവറ്റ് ആയതുകൊണ്ട് ഗായ്സ്. ഇതാണ് നമ്മളെ ചായൻ്റെത്. ഇതാണ് മറ്റേ ഇത് പാൽപ്പൊടി. ഇതിൽ ഗ്രീൻ ടീ ഉണ്ട്, എല്ലാ സാധനവും കിട്ടും. നിങ്ങൾക്ക് വേണ്ടി ഗ്രീൻ ടീ ഉണ്ട്, പിന്നെ സാധാ ചായൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട് കിട്ടും. ഗ്രീൻ ടീ പൊടി. ഇതാണ് നമ്മുടെ കോഫീൻ്റെ സാധനങ്ങൾ, അല്ല കോഫി കുടിക്കാനുള്ള സാധനം. ഇതാണ് മറ്റേ ഫ്ലാസ്ക്. ഇതാണ് അതിൻ്റെ കാർഡ്. സാധാരണ കാർഡ്
ഞങ്ങളത് എല്ലാവരെയും തോക്കുണ്ട്, എല്ലാ സാധനമുണ്ട് തോക്ക്. വലിയ ടീം വലിയ ടീമുണ്ട്, ആ ടീമാണ്. പിന്നെ ഇത് ഉള്ളിൽ മാത്രമാണ് തുറക്കാൻ പറ്റൂല, അടച്ചിട്ടാണ്. ഇനി അങ്ങോട്ട് പോകാനേ നേരം. ഇതാണ് ഞങ്ങളെ ബാത്റൂം. പിന്നെ അപ്പുറത്തെ ഒരാൾക്ക് കുളിക്കാനുള്ള ഇതുണ്ട്, റൂമുണ്ട്, എന്തൊക്കെ ഉണ്ട്. ഇവിടെ ഇതുണ്ട്, വേസ്റ്റ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. കല്ല് ഇവിടെ കുത്തിച്ച് പൊട്ടിച്ച് വരാം. ഈ റൂം തുറന്നാൽ അപ്പുറത്തെ റൂമിൽ എത്തിട്ടോ. വാതിൽ തുറന്നാൽ ഇപ്പം ഞങ്ങൾ അടുത്ത പരിപാടി എന്താ പറയുക, പൂള് പോയി നോക്കാം. നമുക്ക് എത്ര രീതിയിൽ നിന്ന് ഹൈറ്റൊക്കെ ഉണ്ട് നോക്കാൻ പോട്ടെ. പൂള് ഇറങ്ങി അങ്ങോട്ടല്ല, എങ്ങോട്ടോ പോന്നേ കണ്ടന്മാർ. പോയി നിങ്ങളെ കണ്ടോ വെള്ളത്തെ കളിക്കാൻ പോവാ. ഞാൻ കളിക്കേണ്ട ആവശ്യമില്ല, സ്റ്റെപ്പിട്ട് കളിക്കണേ റിസോർട്ടിലാട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞാനും എല്ലാവരും ഉണ്ട്. പിന്നെ വൈക്കലാണ്, കുറച്ചൊക്കെ വൈക്കൽ ഇപ്പം കണ്ട് വലിയ വെള്ളമാണ്. വലിയ പോകാൻ തോന്നുന്നുണ്ട്. ഇപ്പുറത്തൊക്കെ നല്ല അടിയിൽ പെട്ട വൈബാണ് ആ ഊരിൽ. രാത്രി ഇറങ്ങാം കേട്ടോ ഗായ്സ്, ഞങ്ങൾ രാത്രി ഇറങ്ങുന്നുണ്ടോ ഇവിടെ വെള്ളത്തിൽ. ഗായ്സ് നോക്കി അമ്മേ ഇതും വൈബ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഇതില് വൈബ എങ്ങാണ്ട്. അങ്ങനെ ആ പൂളിലൊക്കെ എടുത്തെത്തിച്ചു. എന്തേത്തും വലിപ്പമുള്ള പൂള, അഞ്ചമ്മേ ഇതെന്തേത്തും പൂള റബ്ബേ. കാണാത്ത വലിയ വലിപ്പമുള്ള പൂളി കേട്ടോ. എനിക്ക് ഇത്രയും വലിപ്പമുള്ള പൂളി അതേക്കാണ് ഇത്ര എന്തേത്തും കൂള റബ്ബേ. പറഞ്ഞ പോലെ വലിയ കൂളാട്ടോ. ഞങ്ങൾ പോയി നോക്കുമ്പോൾ എല്ലായിടത്തും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഏതേ സ്ഥലത്തുണ്ടോ അങ്ങനത്തെ ഒക്കെ? നമ്മൾ പോകുമ്പോൾ ഇതാക്കുമ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ കുളിക്കുന്നതൊക്കെ കാണില്ല, എല്ലാവരും നല്ലോണം കുളിക്കുന്നതാണ്. അടിപൊളിയല്ലേ കൂളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്ത് വലിപ്പമാണെന്ന് നോക്കി നിങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും കുളിക്കുക തന്നെ. ഫുട്ബോൾ കളിക്കും, വോളിബോൾ കളിക്കുന്നത് കാണില്ല നിങ്ങൾ അതിൽ നിന്ന്. ഏറ്റവും വീതിയ കുളത്തിനൊക്കെ ഞാൻ കാഴ്ചകളും കണ്ട് കുത്തിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇനി കുറേ കാഴ്ചകൾ കണ്ട് ഞാൻ നിൽക്കട്ടോ. ആണ് വെള്ളത്തിലൊക്കെ കളിക്കുന്ന നോക്കുന്നത് അടിപൊളി കളിക്കുന്ന വെള്ളം. നമ്മൾ വിചാരിച്ച പോലെ വലിയ വെള്ളം തന്നെ കേട്ടോ, വലിയ ഞാൻ മുക്കാനുള്ള വെള്ളം ഞാൻ നീന്തി അങ്ങ് പോകും. ഞാൻ എല്ലാത്തും കുളിക്കും. ഓ സത്യം. പൊന്നിക്കാക്ക വരുന്ന നിങ്ങൾ കാണാത്ത പൊന്നിക്കാക്കനെ കയ്യിൽ ഉൾപ്പെടുത്ത് പാത്തുമ്മ. പൊന്നിക്കാക്കൊക്കെ വരുന്ന പൊന്നിക്കാക്ക ചേർത്താതെ വെക്കാം. ഇടയിൽ കൂടെ ഒച്ചപ്പാടുണ്ടാക്കിയാലേ നടക്കൂ. എടുത്തില്ല, മറന്നു നോക്കി. അത് ഉമ്മ ഇടോ എടുത്ത് വെച്ചിരിക്കുന്നു. നമ്മൾ ഇറങ്ങ. എങ്ങനുണ്ട് ഗായ്സ് ഞാൻ കണ്ണട വെച്ച് കൊതിരിക്കുന്നത്? അത് നിങ്ങൾ കമൻറ്റിൽ പറയുക. ഓക്കെ, കണ്ട ഇനി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് റൂമിലേക്ക്. സ്കൂളിൽ ഇറങ്ങാനുള്ള ഡ്രസ്സ് മാറ്റാൻ പോകട്ടെ ഗായ്സ് റൂമിൽ. അടിപൊളി റിസോർട്ടിലൊക്കെ ഗായ്സ്. ഓരോ സ്ഥലത്ത് ഓരോ നമ്പറുണ്ട്, ഓരോരോ ഇതുണ്ട്, മറ്റേ കാട്ടുണ്ട്. ഓരോ സ്ഥലത്താട്ടോ നമ്മളുള്ളത്. ഇപ്പം നമ്മൾ സ്കൂളിൻ്റെ സ്ഥലത്തൊക്കെ പോയി റിസോർട്ടിന് അതിലൂടെ ഞാൻ നടക്കുക. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാനും ഭർത്താവ് എല്ലാവരും ഉണ്ട്.
ഊടും ഊടും ഇതൊക്കെ ഞങ്ങൾ പ്രകൃതിയുമായ രമണീയ റിസോർട്ടാണ് കേട്ടോ. ഞങ്ങളിത് പച്ചപ്പും കിളികളും പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെയും ഇവിടെയും കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാൽ മരം തന്നെ മൊത്തം. ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ സാധനം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ നീ പിന്നെ ഡ്രസ്സ് മാറ്റാനുള്ള പരിപാടിയിലാട്ടോ. ഞങ്ങൾ എന്തൊക്കെ സോഫ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ടി വി വരെയുണ്ട്. അപ്പുറത്ത് തുറന്ന ആ ഡോർ തുറന്നാൽ ഇപ്പുറത്തെ റൂമിലേക്കൊക്കെ എത്തും. വലിയ ടി വി ഒക്കെ കേട്ടോ. ഉമ്മ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ആണ് എടുത്തിരുന്നത് കേട്ടോ. ഉമ്മ കേട്ടോ ഡ്രസ്സൊക്കെ എടുത്തിരുന്നത്. ഞാനൊക്കെ എന്തൊക്കെ ഡ്രസ്സൊക്കെ അയച്ചിരുന്നു. ഇപ്പോൾ ഞാൻ റൂമിൽ പോയി മാറ്റി ഇനി ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കാം കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി ഇനി സ്വിമ്മിംഗ് പൂളിലേക്കുള്ള പോക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. ഉമ്മച്ചി എല്ലാവരും വരാണ്ട് വല്ല കാത്തിക്കാണ് ഗായ്സ്. വെള്ളത്തിലേക്ക് മുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഗായ്സ്. ഡ്രസ്സൊക്കെ മാറ്റിയ ഒറ്റ ചാട്ടക്കുള്ളിലേക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നുകാക്ക് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ചാടിയായിട്ട് പോയിക്കാൻ അല്ല എടുത്തത്. അങ്ങനെ ഞാൻ ഒറ്റ ചാട്ട വെള്ളത്തിലേക്ക് ആയുള്ള വെള്ളത്തിലേക്ക് ഇട്ടിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിൽ ചാടുന്ന മറ്റേ ആ സാധനം മിസ്സാകാനുണ്ട് കേട്ടോ. ഓക്കെ ഗായ്സ്, നമുക്ക് അടുത്ത മുങ്ങോട്ടെ ഗായ്സ്. ഞങ്ങടി അങ്ങനെ ഞാനൊക്കെ ചാകുമ്പോൾ എന്തേത്തും വൈബായി മക്കളോ. സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി മറിയനോട് മറിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയലോടി ചാടിത്തുള്ളൽ എല്ലാം കൂടിയൊക്കെ കഴിഞ്ഞു. ഒന്നും പറയണ്ട. അമ്മാതിരി മുങ്ങലൊക്കെ കഴിഞ്ഞു. മുങ്ങലോട് മുങ്ങൽ കുളിപ്പിക്കാൻ മുക്കിക്കുക അങ്ങനെ കളിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാവരും കൂടി മുക്കല് പൊന്നക്കാകാണ് മുക്കല്. പിന്നെ ശതത്താതനക്കാകെ മുക്കല് രണ്ടാളോടി മുക്കുന്നുണ്ട്. പൊന്നക്കാക ശതത്താതനക്കാകയും കൂടി മുക്കുന്നുണ്ട്. എല്ലാവരും കൂടി മുക്കിന്ന ചമ്മന്തി ഗായ്സ്. നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ എന്തെത്തും വൈബാന്ന് നോക്കിക്കടുത്ത് ഞാൻ മുക്കി തള്ളിയിടുക എല്ലാവരും കൂടി. ഞാനിങ്ങനെ മുങ്ങിയും പുറത്തോട്ട് അകത്തേക്ക് ഇങ്ങനെ കളിക്കണേ. ഞാൻ ഇറങ്ങുക പിന്നെ പോയി ചാടി അങ്ങനെ കളിക്കട്ടെ ഞങ്ങൾ കാണണ്ടല്ലോ ഒക്കെ ഗൈസ്. ഞാൻ ചാടാൻ പോകുന്ന നിങ്ങൾ കണ്ടോ കേട്ടോ. ഇതൊക്കെ നിങ്ങളെ കമൻ്റൊക്കെ പറയട്ടോ എന്തെന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാലേ. ഞാൻ ചാടുന്ന കണ്ടിട്ട് വല്ല ഒരു താള ചാടുന്ന പോലെ ചാടുന്നതെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കമൻറ്റ് നിങ്ങൾ എന്തെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കുറേ ചാടി അവസാനം ഞാൻ വിറച്ച് ഞാൻ പോയി കുത്തിരിക്കാൻ പോകട്ടെ. ആന്നില്ലേ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ വിറച്ച് കുത്തിക്കാൻ വലിയ എല്ലാവരും കൂടി നീന്ത മത്സരം വെക്കുക കേട്ടോ. ഒന്ന് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഇങ്ങനെ കളിക്കണേ ഓലി. നിങ്ങൾ കണ്ടല്ലോ കേട്ടോ. ഇതാക്കുന്ന വലിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ എല്ലാവരും. ഓക്കെ, നീന്ത മത്സരം വെച്ചാലോ പൊന്നക്കാക്കട്ടോ. എൻ്റെ പൊന്നക്കാക്കട്ടോ ജയിച്ചേ. നിങ്ങൾ കാണണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കാണണോ. എല്ലാ നീന്ത മത്സരത്തിനും വെച്ചാലും പൊന്നക്കാക്കന്നെ ഫുള്ള് പൊന്നക്കാക്കന്നെ മൊത്തത്തിൽ. ഓക്കെ, കുറേ കുളിച്ച് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് അങ്ങ് പോയി കിട്ടോ. ഞാൻ റൂമിലേക്ക് പോയി കുളിച്ച് കുളിച്ച് വന്ന് റൂമിൽ പിന്നെയും കുളിച്ച് പിന്നെ ഇത് മുടി ഉണക്കാം കേട്ടോ. ഞാൻ ഫുള്ള് മുടി ഉണക്കി ഇതാക്കുക.
തല നല്ലോണം വെള്ളം ഉണ്ടാക്കി പിന്നെയും ചൂടാക്കി തല ചൂടാക്കി നമ്മളാ കുളിച്ച് വന്ന് ഇനി വെള്ള സാധനമൊക്കെ നിൽക്കാട്ടോ ഗായ്സ്. കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി നിൽക്കുന്ന കാഴ്ചാട്ടോ കാണുന്നങ്ങൾ. പിന്നെ ആ ബാൽക്കണിയിലേക്ക് പോയി ഇങ്ങനെ തണുപ്പ് വെള്ളം കേട്ടോ, അടുത്ത തണുപ്പ് ഇങ്ങനെ കൊണ്ടുപോകൊണ്ട് നിൽക്കുക കേട്ടോ ഗൈസ്. ബാൽക്കണി കുറച്ച് നേരം കാറ്റും കൊണ്ട് പിന്നെ ആ ഡ്രസ്സൊക്കെ മാറ്റി കിട്ടും. എല്ലാവരും വന്ന് കുളിച്ച് മാറ്റി ഞങ്ങളിനി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ. ഞങ്ങൾ കാണണ്ടേ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നതൊക്കെ. ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് കേട്ടോ ഞാൻ പോകുന്നത്. ഇങ്ങനെ പോകട്ടെ ഞാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഞാൻ എന്തോരം ഫുഡാണ് കാണുന്ന ഓരോന്ന് എടുത്തെടുത്ത് തിന്നാൻ പോകട്ടെ. ഞാൻ ഒരു പ്ലേറ്റ് എടുക്കാതെ തിന്നാൻ ഒരു പ്ലേറ്റ് ഞാൻ തിന്നത് എന്തൊക്കെയോ സാധനം ഉണ്ട് കേട്ടോ. ഫുഡ് ഞാൻ അങ്ങനെ നോക്കുക ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുക. ഇഷ്ടപ്പെട്ട് എടുത്തെടുത്ത് തിന്നാൻ നോക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എടുത്ത് തിന്നാൻ വേണ്ടി സാധനം കിട്ടും. ഫുള്ള് വെറൈറ്റി ഐറ്റംസ് ആട്ടോ ഞങ്ങൾ കാണണ്ടല്ലോ. അത് ഇങ്ങനെ പൊന്തിച്ച് നോക്കി കണ്ട് തിന്നിൻ്റെ സാധനങ്ങളൊക്കെ കുറേ ഉള്ളു. വാരി വലിച്ച് തിന്നാൻ പറ്റിയ എന്തൊക്കെ സലാഡും എന്തൊക്കെയോ സാധനമുണ്ട്. കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്. ജ്യൂസ് ഗ്രീൻ ടീ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അത് കാണണ്ടല്ലേ എന്തൊക്കെ ഫേവറേറ്റ് കേക്ക് എന്നാ. ഞാൻ ഫുള്ള് ഗ്രീൻ ടീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചോക്കോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. അങ്ങനെ ആ പ്ലേറ്റ് എടുത്ത് ഫുഡ് എടുത്ത് ഓരോരോ ഫുഡ് എനിക്ക് ഏതാ തിന്നേണ്ടിയെന്ന് കൺഫ്യൂഷനാണെങ്കിലും ജമ്പോ കാണുന്ന ഫുഡൊക്കെ തിന്നാൻ തന്നെ തോന്നിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തിന്നാ അമ്മ ആണെങ്കിൽ ഓരോന്ന് എടുത്ത് തരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നുകാക്കുകയും എന്തോ എടുത്ത് തിന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഐറ്റംസ് അങ്ങനെ തപ്പി നടക്കുക ഓരോന്ന് എന്താ ഇതൊക്കെ ഉണ്ട് കേട്ടോ. സാധനം ഫുള്ള് സാധനം ഐറ്റംസ് ഉണ്ട്. അൺലിമിറ്റഡാണ്. ഫുള്ള് ലിമിറ്റ് ഉണ്ട്. ഇതിനൊക്കെ ഫുള്ള് സാധനത്തിന് ലിമിറ്റ് ഉണ്ട്. വേണ്ടിയാകുമ്പോൾ എടുത്ത് തിന്നാൽ ഞാൻ ബീഫ് മന്തിയൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിനി എല്ലാ സാധനം എടുത്ത് ഞാനിനി ഇരിക്കാൻ പോകാം കേട്ടോ. ഫുള്ള് സാധനമൊക്കെ എടുത്ത് തിന്നാൻ പോകാം കേട്ടോ. മട്ടൻ മന്തിയൊക്കെ എടുത്ത് ബിരിയാണിയൊക്കെ എടുത്ത് ഞാനിത് തിന്നാൻ പോകാം കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സ്ഥലത്തേക്ക് പോയി ഇന്ന് തിന്നാൻ പോകാം കേട്ടോ. ഫുള്ള് തിന്നൽ അടിപൊളി ഫുഡാണ്. അടിപൊളി ഫുഡാട്ടോ. ഞാൻ എന്തോരം തിന്നിക്കുന്നറിയോ. വാരി വലിച്ച് തിന്നുകൽ കുറേ തിന്നലോട് നിർത്താണ്ട് തിന്നലേ 3-4 വട്ടമൊക്കെ തിന്നു ഞാൻ ഈ ഫുള്ള് ഡെസേർട്ടൊക്കെ തിന്നട്ടോ. പിന്നെ ബിരിയാണി തിന്നതിന് ശേഷം ഞാൻ ഡെസേർട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ തിന്നലോട് നിർത്താണ്ട് തിന്നലേ സാധനം. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്ത് കിട്ടോ. അത് തീർന്നതിന് ശേഷം ഞാൻ പിന്നെയും പോയി എടുത്ത് തിന്നലോട് ഫുൾ തീർന്നതനുസരിച്ച് ഞാൻ ഓരോ സാധനം എടുത്ത് തിന്ന അടിപൊളി സാധനമാണ്. ഓരോന്നായിട്ട് തിന്നുമ്പോൾ തന്നെ ഓരോ ഫ്ലേവർ ഓരോന്നായിട്ട് എന്തോരം തിന്ന് അടിപൊളി സാധനം തന്നെ ഫുള്ള്. നിങ്ങളൊന്ന് പോയി തിന്ന് നോക്കണം. അടുത്തൊക്കെ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ഞാൻ പിന്നെ ഇത് തിന്ന് പിന്നെ ബ്രൗണിയൊക്കെ എടുത്ത് തിന്ന് പിന്നെയും കൊട്ടയൊക്കെ തിന്ന് പിന്നെ എടുക്കലേ ഫുള്ള് എടുക്കലേ. സാധനം തീരുന്നതനുസരിച്ച് ഞാൻ ഓരോ പോയി എനിക്ക് വേണ്ടി ഓരോന്ന് എടുത്ത് തിന്ന് കേട്ടോ. ഫുള്ള് തിന്നലേ. ഞാൻ തിന്ന് കൊഴങ്ങിക്ക് അവസാനം ഞാൻ കൊഴങ്ങിപ്പോയിട്ടോ. തിന്നതിൻ്റെ ആടുന്ന് ഞാൻ തിന്ന് പിന്നെ അവസാനം എനിക്ക് പള്ളയെല്ലാം ഞാൻ എന്താക്കി വെയിറ്ററോട് പറഞ്ഞൊരു ഗ്രീൻ ടീ പറഞ്ഞു കേട്ടോ. അതുപോലെ അത് ഉണ്ടാക്കി തരാം കേട്ടോ. ഫുള്ള് തന്നെ ഉണ്ടാക്കി തരിക എടുത്താക്കി തരികയൊക്കെ ചെയ്യാം കേട്ടോ. ഗ്രീൻ ടീയിൽ ഞാൻ പഞ്ചസാര ഞാൻ പിന്നെ കുടിക്കുക കേട്ടോ. അച്ഛനൊന്ന് പാസ് അയക്കാൻ പുതിയ അത് കഴിക്കാനായി ഇപ്പം റെഡി വെയിറ്റ് ചെയ്തുകൊണ്ട് വെക്കാടെ ഗൈസ്. ഈ ബ്രെഡും ഇതൊക്കെ എടുക്കാനുണ്ട്. ബ്രെഡൊക്കെ വരാനുണ്ട്. ബ്രെഡ് തിന്നണോ കണ്ട് ഓർഡർ ചെയ്ത് ഇവിടെ കാത്തിട്ടാക്കി ഒരു നേരമല്ല. ഞാൻ ഗ്രീൻ ടീ കുടിച്ച അവസാനം പാസ്തയും കൂടി തന്നാൽ ഒരു പുതിയ അപ്പോൾ പാസ്ത തിന്ന കഴിച്ചാട്ടോ നിങ്ങൾ കാണുന്നത് ഗൈസ്. ഓക്കെ തിന്ന് ഞാൻ പാസ്ത പിന്നെ എടുത്ത് തിന്ന് കുറേ തിന്ന് മതിയാക്കി തിന്നതനുസരിച്ച് തിന്നണേ ഫുള്ള് ജീവിതത്തിൽ തിന്ന സാധനമാണ്. അപ്പം
ഇല്ല മക്രോണിയൊക്കെ ഇട്ടു ഇതിലെ രസമുണ്ടോ? പിന്നെ ഇതൊക്കെ കഴിച്ച് ഞാൻ കയ്യൊക്കെ കേട്ടോ ഇനി കേട്ടോ കൈ കൊണ്ടേയിരിക്കും കയ്യിൽ ഈ കയ്യ മണ്ണ ചേരവ് ഇങ്ങോട്ട് പോകണ്ടേ പാട്ടാടാന്ന് പോകും. ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിമ്മുള്ള ഇടത്തിലേക്കാട്ടോ ഞാൻ പോകുന്നത്. ഫുള്ള് നിമ്മൻ്റെ അടുത്ത് പോയി കേട്ടോ, എല്ലാവരും ഉള്ള ഇടത്തിലേക്കാട്ടോ ഞാൻ പോകുന്നത്. പുറത്ത് നല്ല മഴയും നല്ല കാലാവസ്ഥയൊക്കെ കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇങ്ങോട്ട്, നല്ല തണുപ്പ് കേട്ടോ, കാലാവസ്ഥ നല്ല കാലാവസ്ഥ കേട്ടോ. എന്തേത്ത് അടിപൊളി മീനാട്ടോ ഇവിടെ, എന്തൊക്കെ നല്ല വെറൈറ്റി നല്ല മീനുണ്ട് കേട്ടോ, ഫുള്ള് അടിപൊളി മീൻ തന്നെ കേട്ടോ. ഫുള്ള് ഞാൻ മീനെ നോക്കി അന്തം വിട്ടിക്കാട്ടോ, ഇവിടെ ഫുള്ള് തിരിയും കൊട്ട് അങ്ങനെ അന്തം ഇല്ലാണ്ട് അന്തം വിട്ട് കുത്തിരിക്കാട്ടോ ഫുള്ള്. ഫീൽ ആടുന്ന് ഓലോട് മീൻ ഞങ്ങൾ തീറ്റ കൊടുക്കാട്ടെ, ഞാൻ ഫീലൊക്കെ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഒരു മീനും തന്നില്ല. എന്താ ചെയ്യാറില്ല, എന്തെന്നാ മീന് തീറ്റയൊന്നും വേണ്ടേ, എന്തേത്ത് മീനാ അത്, അല്ലാത്ത മീൻ തന്നെ ഫുള്ള്. ഇതിലിങ്ങനെ കൈ ഇട്ടിട്ടുണ്ടല്ലോ, മീനെ പിടിക്കാൻ നോക്കുക കേട്ടോ, നിങ്ങൾ കാണണ്ടല്ലേ അവൻ പിടിക്കാൻ നോക്കാം. ഓക്കെ, മീൻ അവൻ്റെ കൈമലേക്ക് വരുമോ നോക്കുക കേട്ടോ, നമ്മൾ അവൻ കൈയോടെ പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ, പിടിച്ച് ഓക്കെ. ഫില് പിടിക്കുന്നത് കണ്ടിട്ട് ഞാനും പിടിക്കാൻ നോക്കി, എനിക്ക് തീരെ മീനെ കിട്ടില്ല. ഒറ്റ ഒന്നും കൈമ വന്നിട്ടുമില്ല, അത് അയച്ചില്ല. ഒറ്റ പോക്ക എല്ലാ മീനും പൊയ്ക്കാൻ കേട്ടോ വെള്ളത്തുനിന്ന്. സ്പീക്കറൊക്കെ പോടാ ഗായ്സ്. കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ ഞാൻ ഫുള്ള് പാട്ടും കേട്ട് കുത്തിരിക്കട്ടെ, അങ്ങനെ ഫുള്ള് ഭയങ്കര വിഷമമുണ്ട് മീനെ കിട്ടാത്തതിനുണ്ട്. എല്ലാവരും കുത്തിന് കേൾക്കാട്ടോ ഫുള്ള്. ഫുഡൊക്കെ കഴിച്ച് ഞാൻ മീൻ തീറ്റയും കൊടുത്ത് ഫുള്ള് ഞാൻ റിലാക്സായി കുത്തിരിക്കട്ടോ. ആണ് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ടി വി കാണാം കേട്ടോ. ടി വി കണ്ട് കുത്തിന് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകാം കേട്ടോ. ടി വി കണ്ട് ഞാൻ കിടന്ന് കിട്ടോ ഗൈസ്. യോ എന്തേത്തും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗൈസ്. ഞാനങ്ങ് ഉറങ്ങിപ്പോയിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അതുവരെ ലൂസ് വേൾഡ് സൈനിങ് ഓഫ്. സീ യു. ഓക്കെ.